അവിടെ ആളുണ്ട് തീർച്ചയാ. പിള്ളച്ചേട്ടാ, ദേ ഒരു കാർ അവിടുന്ന് പോയല്ലോ. പിള്ളച്ചേട്ടാ, കള്ളന്മാരാരോ ഈ വളപ്പി കടന്നിട്ടുണ്ടോന്ന് സംശയമുണ്ട്. ദേ അവിടെ ഏണി കിടപ്പുണ്ട്. പിള്ളച്ചേട്ടൻ മതിൽക്കെട്ടിനുള്ളിൽ മൊത്തത്തിലൊന്ന് നോക്കിക്കേ. ശരി സത്യമേ. ആ ജയവ, നമുക്ക് അകത്ത് നോക്കാം. എന്താ അമ്മേ? നീ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ? അത് ഉറങ്ങിയതാ. നായ്ക്കളുടെ കുര കേട്ടാ ഉണർന്നത്. നീ വല്ലാതെ വേർത്തിട്ടുണ്ടല്ലോ, കിതയ്ക്കുന്നുമുണ്ട്. സത്യമായിട്ട് ഉറങ്ങുമായിരുന്നോ നീ? അതമ്മേ, ഒരു ദുസ്വപ്നം. അതിന്ന് ചാടി എഴുന്നേറ്റത് നായ്ക്കളുടെ കുര കേട്ടിട്ടായിരുന്നു. നീ എന്താ എ സി ഒന്നും ഇടാത്തെ? ഉപയോഗിക്കാനാ ഇതൊക്കെ വെച്ചിരിക്കുന്നെ, ഫാനും ഇട്ടിട്ടില്ല. അത് മറന്നുപോയി. വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് കിടന്നു. കള്ളന്മാരാരോ വളപ്പിനകത്ത് കയറിയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. വിഷ്ണുട്ടാ, കാര്യം എന്താന്ന് പറ. സിനിമയ്ക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് മൂഡ് പോയെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കഫേ പോകാന്ന്. ഇപ്പൊ അതുമില്ല. ഈ പെരുവഴിയിൽ പോസ്റ്റായിട്ട് കുറെ നേരമായല്ലോ. എന്റെ ഒപ്പം ഒരു ഔട്ടിങ് വേണമെന്നല്ലേ നീ പറഞ്ഞേ? ഇതും ഒരു ഔട്ടിങ് തന്നെയാ. എന്താ ചേനെ? എടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, നീ വണ്ടിക്ക് താ. എടാ അതെ, അവൾക്ക് ഏതോ സിനിമ കാണണമെന്ന്, നീ കൊണ്ടേ കാണിച്ചു കൊടുക്കും. വിഷ്ണുട്ടാ, ഏത് സിനിമയ്ക്കാ പോകേണ്ടത്? നിനക്കെന്നെ സിനിമയ്ക്ക് കൊണ്ടോണം അല്ലടാ? സിനിമ കാണിക്കുന്നത് ഇത്രയും വലിയ കുറ്റമാണോ? ഹലോ മാഡം, ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട്? സുഖമല്ലേ? ഹേ മിസ്റ്റർ, എന്നെ തുറന്നു വിട്. വിടാൻ, തുറന്നു വിടാൻ. ഇവളുടെ തിളപ്പ് ഇനിയും തീർന്നില്ലല്ലോ. അയ്യോ എന്റെ പൊന്നു സാറേ, പുലിയെ പിടിച്ച് കൂട്ടിലിട്ട പോലെ ഉണ്ടായിരുന്നു. സെല്ലിന്റെ അടികളിൽ പിടിച്ച് കുലുക്കുകയും ബഹളം വെക്കുകയും ഫോണാണെങ്കിൽ നിർത്താതെ ഒരേ ബെല്ലടി തന്നെ.
ഒടുവിൽ ഞങ്ങൾ അതങ്ങ് സൈലന്റ് ആക്കി വെച്ചു. ആ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരാകുമ്പം വിളിക്കാൻ ഒരുപാട് പേര് കാണും. പ്രത്യേകിച്ച് ഹോട്ടൽ ബിസിനസ് അല്ലേ. ദേ തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടി? നീയൊക്കെ ഇത്ര ഉള്ളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാ നിന്നെ പിടിച്ച് പൂട്ടിയിട്ടത്. സാറേ നമസ്കാരം. ഒരു കംപ്ലൈന്റ് പറയാനുണ്ടായിരുന്നു. എന്ത് കംപ്ലൈന്റ്? എന്റെ മോൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അമ്മേ, അയ്യോ എന്റെ മോളെ, അയ്യോ മോളെ, എടി എന്ത് പറ്റി മോളെ? ഇവളെന്തിനാ സാർ ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നേ? എന്ത് കുറ്റം അവള് ചെയ്തത്? കുട്ടികൾ ഒരുപാടുണ്ടല്ലോ. അവൾക്ക് സാമാന്യ മര്യാദ അറിയില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും എവിടെ എങ്ങനെ പെരുമാറണമെന്നും തീരെ ബോധ്യല്ല. അതാണ് പ്രശ്നം. എന്റെ മകൾ അങ്ങനെ മര്യാദ വിട്ടൊന്നും പെരുമാറില്ല. സാർ ഇവിടെ തുറന്നുവിട്. ദേവി ഇത് ദ്രോഹിക്കരുത്. മകൾക്ക് അമ്മയുടെ സർട്ടിഫിക്കറ്റ്. അതെ, നിങ്ങളുടെ ശുപാർശ ഇവിടെ എടുക്കത്തില്ല. ശാരദാമ്മ വേഗം സ്ഥലം കലിയാക്കാൻ നോക്ക്. ഇവിടെ കിട്ടാൻ നാളെ കോടതി വന്നാ മതി. പറ്റില്ല. എന്റെ മോളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. ആണോ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെല്ലിനകത്ത് തന്നെ കിടക്കാം. അമ്മയും മകളും കമ്പനിയായിട്ട് ഒരു താരാട്ട് പാട്ടൊക്കെ പാടിയിരുന്നാൽ സൂപ്പർ സീനായിരിക്കും. സാറേ മര്യാദ കാണിക്കരുത്. ഈ യൂണിഫോമിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ പറയുന്നത്. സാർ ഇവിടെ തുറന്നുവിട്. തുറന്നു വിട്ടില്ലെങ്കിൽ ഞാൻ ഈ പൂട്ട് തല്ലി പൊളിക്കും. 3 ദിവസം കളിക്കാൻ മോനെ അവള് എന്താണ് സാറേ ഈ കാണിക്കുന്നേ? പരാക്രമ സ്ത്രീകളോടാ, അതും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. പ്ലീസ്, ഇയാൾ ഇതിൽ ഇടപെടരുത്. ഓരോ എല്ല് കൂടുതലായി 2 എണ്ണത്തിനും. ആണല്ലേ? എന്നാ കൂടുതലുള്ള എല്ലിന്റെ പേരാണ് സാറേ നട്ടെല്ല്. ഈ പോലീസിനെ കാണുമ്പോ താണു വണങ്ങി നിൽക്കാനൊന്നും ഇപ്പൊ ആളെ കിട്ടില്ല സാറേ. നിങ്ങളെ പോലെ ജോലി ചെയ്തിട്ടാ കൂലിപ്പണിക്കാർ വരെ ജീവിക്കുന്നേ. മനസ്സിലായോ സാറിന്? ജനമൈത്രിയുടെ കാലമാണ് സാറേ ഇത്. മര്യാദ എന്ന് പറയുന്നതേ ഞങ്ങളെ പോലെ നിങ്ങൾക്കും ബാധകമാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് 2 എണ്ണം പൊട്ടിക്കാനും സെല്ലി പൂട്ടിയിടാനും ആരാണ് സാറേ സാറിന് കൈമടക്ക് തന്നത്? കാര്യമായിട്ടൊന്നും കിട്ടാതെ സാർ ഈ കസേരന്ന് ഇളകില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചോദിച്ചതാ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. സാറിന് അനാവശ്യം കാണിക്കാം, ആരും അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ സാറ് പറ, എന്താണ് ഈ അമ്മയും മോളും ചെയ്ത കുറ്റം? എനിക്കറിയണല്ലോ അതെന്താണെന്ന്. അത് പിന്നെ ഈ IPC ഇന്ത്യൻ ശിക്ഷാ നിയമമൊക്കെ സാറ് മുങ്ങി തപ്പി ഒരു കാരണം കണ്ടെത്തി കൊണ്ടുവരുമ്പോഴേക്ക് നേരെ അങ്ങോട്ട് വെളുക്കും സാറേ. എനിക്കതിനൊന്നും സമയമില്ല. അതാ, അതുകൊണ്ട് തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിട്ട് ഈ കൊച്ചിനെ അങ്ങോട്ട് തുറന്നു വിട്ടെ. അവര് പൊക്കോട്ടെ സാറേ. നടക്കില്ല. എന്നാ പിന്നെ സാറും നടക്കില്ല. അത് വിഷ്ണുവിന്റെ തീരുമാന. സാറിനോ വാ സാറേ, ഒരു കാര്യം പറയട്ടെ. ഈ കാല് 2 ഞാനിങ്ങ് എടുക്കും. എഴഞ്ഞു വലിഞ്ഞ് പോലീസുകാരും ജോലി ചെയ്ത ചരിത്രം ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്ന സാറിന് അറിയാലോ. വിഷ്ണു പറയുന്നത് ബ്ലേഡ് സത്യഭാമയുടെ മകൻ മൂർച്ചക്കൂടും. കളിക്കോ താക്കൊരുങ്ങട് സാറേ. ഇവിടെ കളിക്കാതിങ്ങ് താ സാറേ. താക്കൂരിങ്ങ് താ സാറേ. ആ കിട്ടിപ്പോയി. മോളെ നിയമം എന്താന്ന് ഈ പോലീസ് സ്റ്റേഷനിലുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. സാറിന് ഒരു ബൊക്കെ വരും, സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്നു. പിന്നെ എന്റെ അമ്മയെ പിടിച്ച് തള്ളിയതിന്റെ കൂലി അത് ഞാൻ പേഴ്സണലായിട്ട് തീർത്തോളാം ഉടൻ തന്നെ.
താങ്ക്സ്. നമുക്ക് കാണാം. ആ പിള്ളച്ചേട്ടാ, കുഞ്ഞ് എന്താ ഈ കാണിച്ചത്? എന്തു പറ്റി? ആ സുസ്മിത മോളെ കരഞ്ഞു വിളിച്ചോണ്ട് ഒരു ഓട്ടോയിൽ വന്നു. വിഷ്ണു ഏട്ടൻ പാതിരാത്രി വിളിച്ചിറക്കി കൊണ്ടുപോയി വഴിയിൽ ഇറക്കി വിട്ടു എന്നാ പരാതി. സത്യാമ്മ അവിടെ കുഞ്ഞിനെ പൊരിച്ചു തിന്നാനുള്ള ദേഷ്യത്തിലാ നിൽക്കുന്നത്. അയ്യോ, എന്റെ വിഘ്നേശ്വര, മനസ്സിൽ ഉറപ്പിച്ചു വെച്ച കള്ളങ്ങൾ സമയത്ത് തന്നെ നാവിൽ വരണേ. നാളെ 100 തേങ്ങ ഉറപ്പാ. ഞാൻ പോട്ടെ. എന്താടാ ഇത്? എന്താ നീ കാണിക്കുന്നത്? എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? പാതിരാത്രി ഇവിടുന്ന് പ്രായം തികഞ്ഞ ഒരു പെണ്ണിനെയും കൊണ്ട് നീ ഇറങ്ങി പോകുമ്പോ എനിക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ കൂടെ തന്നെയാണല്ലോ വിടുന്നേന്നായിരുന്നു എന്റെ ആശ്വാസം. എന്നിട്ട് അവളെ പെരുവഴിയിൽ ഉപേക്ഷിച്ച് നെഞ്ചു വിരിച്ച് കേറി വന്നിരിക്കുന്നു അവൻ. അയ്യോ അമ്മ, ഞാനത് മതി. പാതിരാത്രി ഓട്ടോ വിളിച്ച് അവൾ ഇവിടെ കയറി വന്നത്, അതും ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു ഓട്ടോക്കാരന്റെ കൂടെ. എടാ, ഒരു പണം ഇട പൊന്നിന് വേണ്ടി ആളെ കൊല്ലുന്ന കാലം ഇത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? സ്വന്തം മകളെ പോലെ നോക്കുന്നുള്ള വിശ്വാസത്തിലാ രാജേട്ടനും സരളയും അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ആ വിശ്വാസത്തെ നീ ഇപ്പൊ ചതിച്ചിരിക്കുന്നത്. അയ്യോ സോറി അമ്മ, ഞാൻ ആരെ വിശ്വാസത്തെ ചതിച്ചിട്ടൊന്നുമില്ല. ഇവളെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ടുമില്ല. ഒരാവശ്യം വന്നപ്പോ നമ്മുടെ കമലിന്റെ കൂടെ അവളെ വിട്ടിട്ടല്ലേ ഞാൻ പോയത്. പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ കൂട്ടുകാരന്റെ കൂടെ സെക്കൻഡ് ഷോയ്ക്ക് അല്ലേടാ? കൊള്ളാം. നിന്റെ അനിയത്തിയായിരുന്നെങ്കിൽ നീ വിടുവോ ഇങ്ങനെ? എന്റെ അമ്മ, അവൾക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പോയാ പോരെ. എന്റെ ജീപ്പിലാണ് വിട്ടത്. അതിൽ തന്നെ അവൾക്ക് വീട്ടിലേക്ക് തിരിച്ചും പോരാ. പിന്നെ കമലനും ദാസനൊന്നും നമുക്ക് അറിയാത്ത ആൾക്കാരല്ലല്ലോ. ആണാ, പ്രീതിയാണെങ്കിൽ അവരുടെ കൂടെ വിശ്വസിച്ച് അയക്കും ചെയ്യാം. ആഹാ, അത്രയ്ക്ക് എന്തായിരുന്നു നിന്റെ അത്യാവശ്യം? പറഞ്ഞേ, ഞങ്ങളോട് ഒന്ന് കേൾക്കട്ടെ. അതെന്താന്നറിയാമ്മ, എന്റെ ഒരു ഫ്രണ്ട് അജ്മലില്ലേ, അവന് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഒരു പാണ്ടി ലോറി വന്നിടിച്ചിട്ട് തലയിലായിരുന്നു ഫ്രാക്ചർ. ബ്ലഡ് വേണമെന്ന് അടിയന്തരമായിട്ട്. അതും എന്റെ അമ്മ ബി പോസിറ്റീവ്. ഈ രാത്രി സമയത്ത് ആരുണർത്തി സംഘടിപ്പിക്കാനാ ഞാൻ. അതുകൊണ്ടാണ് നേരിട്ട് പോയിട്ട് ബ്ലഡും കൊടുത്തത്. അറിയോ, ഒപ്പം കുറച്ച് കൂട്ടുകാരെ വിളിച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. ഭഗവാനെ, നീ ഇപ്പം ബ്ലഡ് കൊടുത്തിട്ടുള്ള വരവാണോ ഇത്? അല്ലാതെ പിന്നെ. അത്രയ്ക്കും വിഷം വെച്ച് തളർന്നു ഒന്ന് കിടന്നാ മതി എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു വിചാരണ. അയ്യോ കഷ്ടം. മോനെ, നിനക്ക് ജ്യൂസോ മറ്റോ വേണോ? അതൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കുടിച്ച. എന്റെ അമ്മ, എനിക്കൊന്ന് റെസ്റ്റ് എടുത്താ മതി. എനിക്കൊന്ന് ഉറങ്ങണം, അതാണ് അത്യാവശ്യം. എന്നാ മോൻ ചെല്ലേ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. മോൻ പോയിക്കോ. മനുഷ്യന്റെ രക്തം പോയിട്ട്. പാവം കുട്ടി, ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഏത് പാതിരാത്രിയിലും ഓടിച്ചെല്ലും. അതാ അവന്റെ സ്വഭാവം. ഏതാണാവോ ഈ അജ്മൽ? ഒരു ഓർമ്മയും കിട്ടുന്നില്ല. എന്നാലും ആന്റി, മോള് സമാധാനിക്ക്. അവൻ ചെയ്തതൊരു നല്ല കാര്യമല്ലേ? വാ, കിടന്നുറങ്ങ. ഇനി ബാക്കിയൊക്കെ നമുക്ക് നേരം വെളുത്തിട്ട്. യാത്ര മുടങ്ങിയല്ലേ? സാരമില്ല, ഇനി കിടന്നുറങ്ങാൻ നോക്ക്. ഇനി ഇവിടെ ഒന്നും നടക്കില്ല.
എവിടേക്കാ ഇത്ര രാവിലെ? മഴ പെയ്യുവാണല്ലോ. എനിക്ക് അർജുനേട്ടനൊന്ന് കാണണം, കുറച്ച് അത്യാവശ്യമുണ്ട്. എന്ത് അത്യാവശ്യം? ദേ ശാലിനി, നീ ഇന്നലത്തെ സ്റ്റേഷനിലെ കാര്യം വീണ്ടും കുഴപ്പിക്കാൻ പോവാണോ? കോടതിയിൽ കേസ് കൊടുത്ത്? ഒന്നുമില്ല ചേച്ചി, സമാധാനത്തോടെ പാല് കൊണ്ട് അകത്ത് വെക്ക്. ഇത് വേറൊരു ആവശ്യത്തിന്. ആ ദാ വരുന്നു. അർജുനേട്ടാ, എന്തേ കാര്യങ്ങള്? ഞാൻ ടെൻഷൻ അടിച്ച് രാവിലെ ഏട്ടനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ, എന്താവാൻ? ആ പ്ലാൻ വൃത്തിയായിട്ട് പൊളിഞ്ഞു. കഥ തുടങ്ങിയെടുത്ത് തന്നെ രണ്ടും രണ്ട് പാത്രമായി. ഞാൻ എന്റെ വീട്ടിലും അവൾ അവളുടെ വീട്ടിലും. അല്ല, നിനക്കെന്താ പറ്റിയത്? ആദ്യം അത് പറ. വാക്ക് പറഞ്ഞാ ചെയ്യുന്നവൾ ആ ശാലിനിന്ന് എനിക്കറിയാം. എന്നിട്ടും അത് തെറ്റിയെങ്കിൽ ഗുരുതരമായ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാനുള്ള ഒരു ഉത്കണ്ഠയല്ല ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. ഓ, അതൊന്നും പറയണ്ട. നമ്മുടെ പ്ലാനിനിടയിൽ ഞാൻ മറ്റൊരു പ്ലാൻ തിരികെ കയറ്റി. ഒരു പോലീസ് സ്റ്റേഷൻ എപ്പിസോഡ്. അവിടെ കാര്യങ്ങൾ ട്വിസ്റ്റ് ആയത്. ഞാൻ തിരിച്ചു വരാൻ താമസിച്ചപ്പോ എന്നെ അന്വേഷിച്ച് അമ്മ സ്റ്റേഷനിൽ വന്നു. അമ്മ പറഞ്ഞിട്ടും എന്നെ വിടാൻ തയ്യാറായില്ല എസ് ഐ. ചോദ്യം ചെയ്തപ്പോ അമ്മയെ പിടിച്ച് തള്ളുകയും ചെയ്തു. ഓ മൈ ഗോഡ്. എന്നിട്ട് നമ്മുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരാറുള്ള ഒരാള് അവിടെ യാദൃശ്ചികമായിട്ട് വന്നു. അയാളെ കണ്ടപ്പോഴാ എസ് ഐ ശരിക്കും ഒരു കൺട്രോളിലായത്. ഏതായാലും അത് കഴിഞ്ഞു. അല്ല, ഇന്നലെ നിങ്ങളുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? അത് പറ, കേൾക്കട്ടെ. ഫോണിൽ ശാലിനിയെ കിട്ടാതായപ്പോ ഞാൻ കാറും എടുത്ത് നേരെ പ്രീതിയുടെ വീട്ടിലേക്ക് പോയി. എങ്ങനെയെങ്കിലും പ്രീതിയോട് ഗേറ്റിനടുത്തേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു. റിസ്ക് എടുത്ത് അവൾ വരികയും ചെയ്തു. പക്ഷെ ഞങ്ങൾക്കിടയിൽ ആ വലിയ ഗേറ്റ് തുറക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അവൾ നിർബന്ധിച്ചതുകൊണ്ടും സിറ്റുവേഷൻ കൂടുതൽ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും ഞാൻ പിന്മാറുമായിരുന്നു. പക്ഷേ പിന്നീട് പ്രീതിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാനാവുന്നില്ല. ആ സത്യഭാമയുടെ കണ്ണിലെങ്ങാനും അവൾ പെട്ടോന്നും ടോർച്ചർ ചെയ്യപ്പെട്ടോന്നൊക്കെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. പിടിക്കപ്പെടുന്ന പക്ഷം അവളുടെ ഫോണും നിരീക്ഷണത്തിലായിരിക്കും. അതുകൊണ്ട് നേരിട്ട് വിളിച്ച് നോക്കാനും വയ്യ. അതിന്റെ ശിക്ഷ കൂടി അവൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മനസ്സിലായി. അർജുനട്ട് സമാധാനായിട്ടിരിക്കെ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നേരം വെളുത്തല്ലേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് ഞാനൊന്ന് വിളിച്ചു നോക്കാം പ്രീതിയെ. ഇപ്പൊ അർജുനട്ടൻ കടയിലേക്ക് വാ. നല്ല കടുപ്പത്തിൽ ഒരു ചൂട് ചായ കുടിച്ചിട്ട് പോവാം നമുക്ക്. വാ.